കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സബ് പാർട്ടായിട്ട് വരുന്ന സബ് ടോപ്പിക്സ് ആയിട്ട് റീഎൻഫോഴ്സ്മെൻറ്റ് ഫോർ കണ്ടിൻജൻസി, കൺസിസ്റ്റൻസി ഇൻ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ്, ടോക്കൺ എക്കോണമീസ് ഒക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഒപ്പാരൻറ്റ് കണ്ടീഷനിങ് പ്രൊസീജിയേഴ്സ് കുറച്ച് പറഞ്ഞു. അതിൻ്റെ ഒരു വേരിയേഷൻ തന്നെയാണ് ഈ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് നമ്മൾ വൈഡായിട്ട് പല സെറ്റിങ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് നല്ലൊരു പവർഫുൾ ഇൻ്റർവെൻഷൻ സ്ട്രാറ്റജിയാണ് ക്ലാസ് റൂമുകളിൽ. അപ്പോൾ ക്ലാസ് റൂം സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്, തെറാപ്പി സെൻറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം വീട്ടിൽ പാരൻറ്റിങ്ങിലും ഭാഗമായിട്ടും നമ്മൾ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടേം നോക്കുകയാണെങ്കിൽ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ്, അതായത് എന്തോ ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അഗ്രിമെൻറ്റ്, എന്തോ ഒരു അഗ്രിമെൻ്റാണ്. ആര് തമ്മിലാണ് അഗ്രിമെൻറ്റ്? അതായത് ഒരു സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, ഒരു ക്ലിനിക്കൽ സെറ്റിംഗ് ആണെങ്കിൽ സൈക്കോളജിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ള കോൺട്രാക്റ്റ്, ഒരു തെറാപ്പി സെൻറ്ററിലാണെങ്കിൽ തെറാപ്പിസ്റ്റും ക്ലയൻറ്റും തമ്മിലുള്ളൊരു കോൺട്രാക്റ്റ്, അല്ലെങ്കിൽ ഒരു പാരൻറ്റും കുട്ടിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ്, ഒരു അഗ്രിമെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടുള്ള എന്ത് കോൺട്രാക്റ്റാണ്? ഈ കോൺട്രാക്റ്റിൽ എന്താണ് പറയണത്? ഒരു എക്സ്പെക്റ്റഡ് ബിഹേവിയറാണ് ഇതിൽ പറയണത്. ആ എക്സ്പെക്റ്റഡ് ബിഹേവിയർ നടന്നാൽ കിട്ടാൻ പോകുന്ന റിവാർഡ്, അല്ലെങ്കിൽ അത് നടന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസസ്, എന്തൊക്കെ കണ്ടീഷൻസാണ് ഈ കോൺട്രാക്റ്റിലുള്ളത് എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവും. അതായത് ഒരു കണ്ടിൻജൻസി കോൺട്രാക്റ്റാണ്. അതിൽ നമ്മൾ ഹോംവർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് എക്സ്ട്രാ പ്ലേ ടൈം കിട്ടും എന്നുള്ളത്. അപ്പം ഇവിടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹോംവർക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവാർഡായിട്ട് എക്സ്ട്രാ പ്ലേ ടൈം കിട്ടുകയാണ്. പിന്നെ അതിലൊരു കണ്ടീഷൻ വെച്ചത് എന്താ വെച്ചാൽ, ഈ കോൺട്രാക്റ്റിൽ കണ്ടീഷൻ വെച്ചത് ഹോംവർക്ക് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണം, ക്ലാസ്സിൽ നിന്ന് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരണം എന്നുള്ളതാണ് കണ്ടീഷൻസ്. അപ്പോൾ ഇതൊരു കോൺട്രാക്റ്റാണ് കുട്ടികളും ടീച്ചറും തമ്മിൽ. വേറൊരു എക്സാമ്പിൾ പറയുമ്പം ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അതായത് ടീച്ചർ വന്നിട്ട് കുറച്ച് രണ്ട് വർക്ക്ഷീറ്റ് കൊടുത്തു. കുട്ടികളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വർക്ക്ഷീറ്റ് കൊടുക്കുന്നു, വേറെ 2 വർക്ക്ഷീറ്റും കൂടി കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ തീരെ റീഎൻഫോഴ്സിങ് അല്ല. വർക്ക്ഷീറ്റ് ചെയ്യുന്നു, പിന്നെ അടുത്ത വർക്ക്ഷീറ്റ് ഇടുമ്പോൾ ചില കുട്ടികൾ അതിൻ്റെ ഇടയിൽ ലോസ്റ്റ് ആയിപ്പോവും. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, പല കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനും, ഒരു ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന പോലെ അവർ തീരെ എൻജോയ് ചെയ്യില്ല ലേണിങ്. അതിന് പകരം നമ്മളിപ്പോൾ കണ്ടിൻജൻസി കോൺട്രാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഇങ്ങനെ പറയും, കണ്ടിൻജൻസി കോൺട്രാക്റ്റിനെ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട ഭാഗമായിട്ട് ടീച്ചർ പറയും, ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള വർക്ക്, ബിഹേവിയർ എന്താണെന്ന് പറയുന്നു, നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വേണ്ടതെന്ന് കുട്ടികളോട് ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന് എന്തൊക്കെ റൂൾസ് എന്തൊക്കെ കണ്ടീഷൻസ് ആണെന്നൊക്കെ നമ്മൾ കുട്ടികളായിട്ട് ഡിസ്കസ് ചെയ്ത് കുട്ടികളാണ് ആൻസർ പറയുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരു നെഗോഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അവർ നന്നായിട്ട് മ്യൂച്വലി ഡിസ്കസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അല്ലാതെ ടീച്ചർ വന്നിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടുമെന്ന് പറഞ്ഞ റൂളല്ല. കുട്ടികൾക്ക് എന്താണ് റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് വേണ്ടത് കുട്ടികളോട് തന്നെ ചോദിച്ചിട്ട് അവിടെ കോൺട്രാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതോടുകൂടി എന്താ വെച്ചാൽ എല്ലാ കുട്ടികൾക്കും എന്താണ് ഈ കോൺട്രാക്റ്റിൽ എന്നുള്ളത് വ്യക്തമാവും. എല്ലാ ആസ്പെക്റ്റും ആ കോൺട്രാക്റ്റിൻ്റെ എല്ലാ ആസ്പെക്റ്റും ടീച്ചറും കുട്ടികളും പരസ്പരം ഡിസ്കസ് ചെയ്യുന്നു. അതായത് ഇതൊരു മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി കോൺട്രാക്റ്റാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ടീച്ചർ കൊടുക്കണ ഈ കോൺട്രാക്റ്റിൽ നമ്മൾ റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തും കൊടുക്കുക. അതായത് അവർക്കൊരു റിവാർഡ് ഏരിയയിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് പ്ലേ ടൈം ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നേരം ഫ്രീ ടൈം കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളിൽ ലീഡർ ആവുക, അങ്ങനെ എന്തും ആവാം ഈ കോൺട്രാക്റ്റിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് വഴി എന്തൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുട്ടികൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും ക്ലാസ് റൂം സെറ്റിങ്സിൽ എന്നുള്ളത്. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ തരും. സ്റ്റുഡൻസ് വിൽ സ്റ്റാർട്ട് ലൈക്കിങ് ക്ലാസ് റൂം സെറ്റിംഗ്. അതേപോലെ തന്നെ കുട്ടികൾ വേഗം വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അവർക്ക് തന്നെ അറിയാം എന്താണ് ഇതിൻ്റെ കോൺസിക്വൻസ്. അവർക്ക് തന്നെ ഇഷ്ടപ്പെട്ട റീഎൻഫോഴ്സ്മെൻ്റ് ആയതുകൊണ്ട് അവർ അത് പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈമിനേക്കാളും സ്പീഡിൽ അവർ ചെയ്യും.
അപ്പോൾ അതേപോലെ തന്നെ ടീച്ചർക്ക് ഇതിൽ കൂടുതൽ ഈ വർക്ക് ഷീറ്റ് ചെയ്യുന്നത് അതൊന്നും കൂടുതൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യം അതുവഴി കുറേ ടൈമൊന്നും പോവില്ല. ടീച്ചർക്ക് ഇതിൻ്റെ വർക്ക് ഷീറ്റ് ഫില്ല് ചെയ്യിക്കുന്ന അതിൻ്റെ പിന്നാലെ പോയി അവിടെ ഒരു വേറെ കോൺഫ്ലിക്റ്റ് ഒന്നും വരില്ല. കുട്ടികൾക്ക് തന്നെ അതിൻ്റെ റീഎൻഫോഴ്സ്മെൻറ്റ് അറിയുന്ന കോൺസിക്വൻസ് അറിയാം. അപ്പോൾ കുറച്ചും കൂടി ടീച്ചർക്ക് കൂടുതൽ ടൈം കിട്ടും ബാക്കി ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇത് ഒരു ബിഹേവിയർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുവഴി പ്രോബ്ലമാറ്റിക് ബിഹേവിയറൊക്കെ ഇത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ് റൂമിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുടെ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വളരെ എഫക്റ്റീവാണ് ഇത് ഈ കോണ്ടിജൻസി കോൺട്രാക്റ്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിജൻസി കോൺട്രാക്റ്റിൽ കൺസിസ്റ്റൻസി എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ റെഗുലറായിട്ട് എല്ലാ പ്രാവശ്യവും ഇത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പറയേണ്ട ഈ ബിഹേവിയർ ചേഞ്ച് പ്രോഗ്രാമിലൊക്കെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ചെയ്തിട്ട് പിന്നെ അത് ഒഴിവാക്കി പിന്നെ എപ്പോഴെങ്കിലും ചെയ്യുക എന്നുള്ളതിന് പകരം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് വളരെ എഫക്റ്റീവാണ്. അങ്ങനെ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ലേണിങ് ഈസി ആവും. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ അഗ്രിമെൻറ്റ് കോൺട്രാക്റ്റിംഗ് ഒക്കെ എങ്ങനെയാണ് അവർ തന്നെ ഫോളോ ചെയ്യുകയാണ് ഒരു റൂള്, അതിൻ്റെ കോൺസിക്വൻസിനെ പറ്റി ചിന്തിക്കുന്നു, ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ഇവർ കൂടുതൽ കംഫർട്ടബിളാണ്, കൂടുതൽ കോൺഫിഡൻ്റ് ആവും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പകരം ഇതൊരു ഇൻകൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു പാരൻറ്റ് ചൈൽഡ് ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ആൻസൈറ്റി, ടാൻട്രംസ്, സൈക്കോസൊമാറ്റിക് ഇൽനെസ്, ഹെൽപ്ലെസ്നെസ് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പ്രോബ്ലംസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ റൂൾ ടെസ്റ്റിംഗ് നടക്കും. റൂൾ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇൻറ്റൻഷനലി ഈ റൂള് ബ്രേക്ക് ചെയ്യാം. ഇതിൻ്റെ കോൺസിക്വൻസ്, ഇതിൻ്റെ കോണ്ടിജൻസി എഫക്റ്റ് എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് അവർ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റൂള് ബ്രേക്ക് ചെയ്യുക. ഇത് കോൺസിസ്റ്റൻ്റ് ആണ്, ഇത് എപ്പോഴും നടന്നു പോകുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ റൂൾ ബ്രേക്കിംഗ് അത്ര കുറേ ഉണ്ടാവില്ല. പക്ഷേ ഇത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ റൂൾ ടെസ്റ്റിംഗ് അവിടെ നടക്കും. ഇനി ഇത് ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പം കുട്ടികളും ടീച്ചറും അല്ലെങ്കിൽ കുട്ടികളും പാരൻറ്റും തമ്മിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സെറ്റിങ്ങിലും ഈ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. അവിടുത്തെ ബിസിനസ് സെറ്റിങ്സിലും ഈ കൺസിസ്റ്റൻസി നമ്മൾ വേണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്കൊരു ഫേവറിസം ഉള്ള ഒരാളോട് കുറച്ച് ഫേവറിസം ഉള്ള പോലെ തോന്നും. ഇപ്പം അതുപോലെ തന്നെ പവർലെസ് ആയി തോന്നും. ഇപ്പോൾ ടീച്ചർ ഇങ്ങനെ ഒരു കോൺട്രാക്റ്റ് വെച്ചിട്ട് പിന്നെ അത് ഫോളോ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അവിടെ ടീച്ചറെ ഒരു പവർലെസ് ആയിട്ട് തോന്നിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ കോണ്ടിജൻസി കോൺട്രാക്റ്റിങ്ങിൽ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മളിതിൻ്റെ മുന്നേ പറഞ്ഞു ഈ കോണ്ടിജൻസി കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത് മ്യൂച്വലി സാറ്റിസ്ഫാക്ടറി കോൺട്രാക്റ്റാണ്. അതായത് ടീച്ചറും കുട്ടികളും ഡിസ്കസ് ചെയ്തിട്ട് ഒരു മ്യൂച്വലി രണ്ടുപേർക്കും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ്. അതാണ് റെസിപ്രോസിറ്റിയാണ്. റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മ്യൂച്വൽ ബെനിഫിറ്റ്, രണ്ടുപേർക്കും മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് ഈ കണ്ടിജൻസി കോൺട്രാക്റ്റിംഗ്. അപ്പോൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള ഇതാണ്. അപ്പോൾ ഇത് ഈ മ്യൂച്വൽ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ട് മാരേജ് കൗൺസിലിംഗ്, ഫാമിലി കൗൺസിലിങ്ങിലൊക്കെ ഇത് വളരെ എഫക്റ്റീവാണ്. ഇനി നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടോക്കൺ എക്കോണമിയാണ്. ഒരു കോണ്ടിജൻസി കോൺട്രാക്റ്റിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ, വേറൊരു എക്സാമ്പിൾ തന്നെയാണ് ഈ ടോക്കൺ എക്കോണമി. ഇതിൽ എന്താണ്? ടോക്കൺസ് യൂസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് കോണ്ടിജൻസി കോൺട്രാക്റ്റിംഗ് പ്രോഗ്രാം യൂസിങ് ടോക്കൺസ്. അതിന് എക്സാമ്പിളാണ് നമ്മൾ ഈ ടോക്കൺസിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ടിക്ക് അല്ലെങ്കിൽ പോക്കർ ചിപ്സ്. അതായത് പോക്കർ ചിപ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ റൗണ്ടിലുള്ള ടോക്കൺസ് കിട്ടില്ലേ, അതാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം? ഒരു ബിഹേവിയർ, ഈ കോൺട്രാക്റ്റിലുള്ള ബിഹേവിയർ കഴിഞ്ഞാൽ, അവരുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കിട്ടും? ടോക്കൺ കിട്ടും. ഒരു ടോക്കൺ അവർക്ക് കിട്ടും, അല്ലെങ്കിൽ അവർക്ക് സ്റ്റാർ കിട്ടും, അവർക്കൊരു ടിക്ക് കിട്ടും. ഇപ്പം ഞാനിതിൽ ഈ ഇമേജിൽ കാണാം, ഐ എം വർക്കിംഗ് ഫോർ ഒരു പ്ലേ ടൈമിൻ്റെ ചിത്രം, ഒരു സ്ലൈഡിൻ്റെ ചിത്രം ഉണ്ട് അവിടെ. അപ്പോൾ ഓരോ വട്ടം ആ കുട്ടി വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ടീച്ചർ അവിടെ സ്റ്റാർ കൊടുക്കുന്നു. ഇപ്പോൾ 2 സ്റ്റാർ കിട്ടിയിട്ടുണ്ട്, ഇനി 3 സ്റ്റാർ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പ്ലേ ടൈം കിട്ടും. അപ്പോൾ ഇതാണ് ഓരോ ബിഹേവിയർ കഴിയുമ്പോഴും ആ കുട്ടിക്ക് സ്റ്റാർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ആ കുട്ടിക്ക് റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടും. ഈ എക്സാമ്പിൾ നമ്മൾ റീഎൻഫോഴ്സ്മെൻറ്റ് പ്ലേ ടൈം എന്ന് കൊടുത്തിട്ടുണ്ട്. സാധാരണ ടോക്കൺ എക്കോണമിയിൽ റീഎൻഫോഴ്സ്മെൻറ്റ് മെനു ഉണ്ടാവും. അതായത് ഒരു മെനു ആണ്, അതിൽ കുറേ റീഎൻഫോഴ്സ്മെൻറ്റ് ഉണ്ടാവും.
അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് അവർക്ക് സെലക്ട് ചെയ്യാതെന്ന്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ കുട്ടികളെല്ലാവരും ഒരേപോലെയല്ലല്ലോ. എല്ലാവർക്കും യുണീക്ക് ഇഷ്ടങ്ങളാണ്, യുണീക്ക് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ പ്ലേ ടൈം എപ്പോഴും ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ട്, പുറത്ത് പോയിട്ട് കളിക്കുന്ന ഇഷ്ടമല്ല, അവർക്ക് കുറച്ചിൻ്റെ ആർട്ട് വർക്കോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമായിരിക്കും ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ റീഎൻഫോഴ്സ്മെൻറ്റ് മെനു കിട്ടുകയെന്ന് പറയുമ്പോൾ അവർക്ക് ചോയ്സാണ്, കൂടുതൽ ചോയ്സ് ഉണ്ട് റീഎൻഫോഴ്സ്മെൻറ്റ്. ഇപ്പോൾ പ്ലേ ടൈം ഇഷ്ടമില്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പ്ലേ ടൈം തരാം റീഎൻഫോഴ്സ്മെൻ്റ് ആയിട്ടെന്ന് പറയുമ്പം അതത്ര എഫക്റ്റീവ് ആവില്ല. പക്ഷേ ആ കുട്ടിക്ക് അതിന് പകരം ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാൻ പറ്റുകയാണ്. അപ്പോൾ ഇത് വളരെയധികം എഫക്റ്റീവാണ്. അതുമാത്രമല്ല, ഇതെന്ന് പറഞ്ഞാൽ ഡിലേ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് ഇവിടെ ഉണ്ടാവില്ല, ഇമ്മീഡിയറ്റ് റീഎൻഫോഴ്സ്മെൻറ്റ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ആ കുട്ടിയുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ കുട്ടിക്ക് സ്റ്റാർ കിട്ടുകയാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് അവിടെ കിട്ടുന്നില്ലെങ്കിൽ പോലും അവിടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീഎൻഫോഴ്സിങ് നടക്കുന്നുണ്ട്, കുട്ടിക്ക് സ്റ്റാർ കിട്ടുന്നുണ്ട്. അപ്പോൾ കുട്ടിക്ക് എക്നോളജ്മെൻ്റ് ഉണ്ട്, ഈ കുട്ടി ചെയ്തു, ഇനി ഇത്രയും കൂടിയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അവിടെ ഒരു പാർട്ട് ആ കുട്ടിയുടെ കംപ്ലീറ്റ് ചെയ്യുമ്പം അവിടെ ആ ഭാഗം എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി റീഎൻഫോഴ്സിങ് ആണ്. ഈവൻ ദോ അൾട്ടിമേറ്റ് ഈ റീഎൻഫോഴ്സ്മെൻറ്റ് ആയിട്ടില്ലെങ്കിൽ പോലും അവിടെ ഓരോ സ്റ്റെപ്പും റീഎൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഡിലേ ഓഫ് റീഎൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നില്ല. ഒരു ബിഹേവിയർ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടല്ല റീഎൻഫോഴ്സ്മെൻറ്റ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റീഎൻഫോഴ്സ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈഡ് സെറ്റിങ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്, ഹോം സിറ്റുവേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ക്ലിനിക്കൽ സെറ്റിങ്സിലൊക്കെ ഈ കണ്ടീജൻസി കോൺട്രാക്റ്റിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇതെന്താണ് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. കണ്ടീജൻസി കോൺട്രാക്റ്റിങ് എഫക്റ്റീവ് ആവണമെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കാം. അതായത് കുട്ടിയുടെ പാർട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ പാർട്ട് കംപ്ലീറ്റ് ചെയ്യണം. അതായത് കുട്ടി വർക്ക് ചെയ്തു, ഹോം വർക്ക് ചെയ്ത് വരുമ്പോൾ പ്ലേ ടൈം കൊടുക്കാമെന്ന് പറഞ്ഞ കോൺട്രാക്റ്റിലുണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പാടില്ല. അതും അവിടെയും കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഎൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, എന്നാലേ ഇത് എഫക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇതാണ് കോണ്ടിജൻസി കോൺട്രാക്റ്റിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടിൻജൻസി കോൺട്രാക്റ്റിംഗ് എന്താണെന്ന് പറഞ്ഞു, അതേപോലെ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് ഫോർ കണ്ടിൻജൻസി അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. അതേപോലെ തന്നെ ഇത് എഫക്റ്റീവ് ആവണമെങ്കിൽ ഉള്ള കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളിത് ഫോളോ ചെയ്യണം. അതേപോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ടോക്കൺ എക്കോണമി പറഞ്ഞു, അതിൽ തന്നെ റീഎൻഫോഴ്സ്മെൻറ്റ് മെനു, ടോക്കൺ എക്കോണമി ചാർട്ട്, ടോക്കൺസ്, അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജസ് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്.